ഹായ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ വളരെയധികം ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ അനാഥാലയങ്ങളുടെയൊക്കെ കാര്യങ്ങൾ. അപ്പം അതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരുപാട് അനാഥാലയങ്ങൾ ഇഷ്ടം പോലെ ഇപ്പോൾ ഉടലെടുക്കുന്നുമുണ്ട്. അപ്പോൾ ഈ അനാഥാലയങ്ങളിലൊക്കെ ഒരുപാട് ജോലികളുണ്ട്. നമ്മുടെ നാട്ടിൽ അതുപോലെ ഉദാര മനസ്കതയുള്ള ആൾക്കാരാണോ? ഞാൻ എല്ലാം ഏറ്റെടുത്തേക്കാം, വയ്യാത്തവരുടെ പണിയെല്ലാം ഞാൻ ചെയ്തേക്കാം, എന്ത് സർവീസും ചെയ്തു കൊടുക്കാം, അത്രയും മൈൻഡുള്ള അത്രയും മനസാക്ഷിയുള്ള ആൾക്കാരാണോ ഈ അനാഥാലയം എല്ലാം നടത്തുന്നത്? അതായത് മറ്റുള്ളവരുടെ അപ്പനെ അമ്മേനെ ഞാൻ നോക്കിക്കോളാം, ഉത്തരവാദിത്വം ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞ് അനാഥ കുഞ്ഞുങ്ങളെ നോക്കിക്കോളാം, വയ്യാത്തവരെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവര് ഒരു വലിയ സംഭവം, അതായത് അവരാണ് എല്ലാം ചെയ്തു കൊടുക്കുന്നത്. എ ടു സെഡ് കാര്യങ്ങൾ ഇങ്ങനെയുള്ള രോഗികളെ നോക്കുന്നതും അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കുന്നതും അവർക്ക് വേണ്ട എല്ലാ ശുശ്രൂഷകളും ചെയ്തു കൊടുക്കുന്നത് ഈ അനാഥാലയം നടത്തുന്ന ആൾക്കാരാണെന്നാണ് പൊതുവെ എല്ലാവരോടും അവർ പറഞ്ഞു വെക്കുന്നത്. പക്ഷെ നമ്മളൊരു ചോദ്യം ചോദിക്കുകയാണ്, ഇത്രയും മനസാക്ഷിയും ഉദാര മനസ്കതയുമുള്ള ആൾക്കാരാണോ നമ്മുടെ നാട്ടിൽ? അതായത് ഇപ്പം മറ്റുള്ള പേരൻസിനെ നോക്കുക, ആരുമില്ലാത്ത കുഞ്ഞുങ്ങളെ നോക്കുക, വയ്യാതായി കിടക്കുന്ന ആൾക്കാരെ നോക്കുക, അങ്ങനെ ആരോരും ഇല്ലാത്തവരെയൊക്കെ നോക്കുന്ന സ്ഥലമാണല്ലോ ഇവിടെ. അപ്പൊ ഇവരെയൊക്കെ ഇത്രയും ശുശ്രൂഷ ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുന്ന മഹാമനസ്കതയുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തിന്റെ കുറവാണ്? തീർച്ചയായിട്ടും ജനങ്ങൾ വിഡ്ഢികളല്ല എന്നെല്ലാവരും മനസ്സിലാക്കുക. ഇവരെല്ലാം അനാഥാലയം നടത്തുന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് തുച്ഛമായ കുറച്ച് ആൾക്കാർ കാണും, വളരെ കഷ്ടപ്പെട്ട് സേവനങ്ങൾ ചെയ്ത് പാവപ്പെട്ട ജനങ്ങളെ ഏറ്റെടുത്ത് വയ്യാത്തവരെയൊക്കെ നോക്കുന്ന ഒരുപാട്, അതായത് നല്ല മനസ്സുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അവരെ ഒന്നും ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. അല്ലാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇഷ്ടം പോലെ പേരുണ്ട്. ഇവരൊക്കെ എന്തിനാ തുടങ്ങുന്നത്? ശരിക്കും അവരൊരു ബിസിനസ് എന്ന രീതിയിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കാരണം ഇതുകൊണ്ട് അവർക്ക് ഭയങ്കര നേട്ടങ്ങൾ നമ്മുടെ നാട്ടിൽ ഇനിയും കിട്ടും. കാരണം ഇപ്പൊ തന്നെ കുഞ്ഞുങ്ങളെല്ലാം നമ്മുടെ നാട്ടിലുള്ള മിക്ക ആൾക്കാരും ഫോറിൻ രാജ്യങ്ങളിൽ പോയി സെറ്റിൽഡ് ആവുമ്പോൾ അപ്പനും അമ്മയും മാത്രമേ നാട്ടിലുള്ളൂ. അപ്പോൾ അവരെ നോക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള അനാഥാലയങ്ങളാണ് ഇപ്പോൾ ഏറ്റെടുത്ത് നോക്കുന്നത്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും വലിയൊരു അവർ ചെയ്യുന്ന ഈ പരിപാടിക്ക് അവർക്ക് തീർച്ചയായിട്ടും മാസം നല്ല ഒരു എമൗണ്ടാണ് അവർക്ക് വരുമാനമായിട്ട് അവർ ശമ്പളമായിട്ട് കൊടുക്കുന്നുണ്ട്. അല്ലാതെ ആരെങ്കിലും അയ്യോ ഞാൻ നിങ്ങളെ നോക്കിക്കോളാം, ഇങ്ങോട്ട് വിട്ടേരെ എന്ന് പറഞ്ഞ് നോക്കുന്ന ആൾക്കാരുണ്ടോ? അത് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാനും അക്സെപ്റ്റ് ചെയ്യാനും പറ്റത്തില്ല. ആരോരും ഇല്ലാത്ത കുഞ്ഞുങ്ങളെ, കൊച്ചു കുഞ്ഞുങ്ങളെ, 10-30 കുഞ്ഞുങ്ങളെയൊക്കെ അവരുടെ സകലമാന ശുശ്രൂഷകൾ ഞാൻ ഏറ്റെടുത്തോളാം, അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും വ്യക്തിക്ക് ഒറ്റയ്ക്ക് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? നമുക്ക് തോന്നുന്നില്ല. അപ്പം ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഇതിനകത്തൊക്കെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഉത്തരവാദിത്വമുള്ള എല്ലാ കാര്യങ്ങളും അറിയാവുന്ന കുറേ ആൾക്കാർക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ നോക്കുമ്പോഴേക്കും ഒരു ബിസിനസ് ആക്കി എനിക്കൊരു ജോലിയില്ല, ഞാൻ ഈ ഒരു ബിസിനസ് ചെയ്തേക്കാം, എനിക്ക് മാസം ഇത്ര രൂപ വരുമാനം കിട്ടും, ഓരോ ആൾക്കാരുടെ കയ്യിൽ എനിക്ക് ഇത്ര രൂപ മേടിക്കാം, അങ്ങനെ എൻ്റെ കുടുംബാംഗങ്ങളുടെ എല്ലാം ചെലവ് നടത്തിക്കാം എന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ രംഗത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ തീർച്ചയായിട്ടും ഇതിനൊരു നല്ല ഒരു ജെനുവിൻ ആയിട്ടുള്ള എല്ലാ പ്രോസസ്സും നടത്തിയ ശേഷം മാത്രമാണോ ഇതുപോലുള്ള അനാഥാലയങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് എല്ലാം നമ്മുടെ മേലധികാരികൾ വളരെയധികം ചിന്തിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ അനാഥാലയങ്ങൾ നടത്തുമ്പോൾ ഈ ആൾക്കാർക്ക് ഫണ്ട് വരുന്ന വഴി അവരെ ആരൊക്കെ സ്പോൺസർ ചെയ്യുന്നുണ്ട്? ഈ ഫണ്ട് അവർക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നും വരുന്നുണ്ട്. ചില അനാഥാലയങ്ങളിലുള്ള ആൾക്കാരൊക്കെ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പണി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരെ ഇപ്പൊ അനാഥ കുഞ്ഞുങ്ങളെ എടുത്ത് വളർത്തും. അപ്പനും അമ്മയും ഇല്ലാത്ത കുഞ്ഞുങ്ങളെ എടുത്ത് വളർത്തിയിട്ട് അതിന്റെ ഫോട്ടോ ഒക്കെ അവരെന്ത് ചെയ്യുന്നു, എടുത്തു കൊടുത്തിട്ട് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ അവർ അയക്കും. ഞങ്ങളിങ്ങനെ കുട്ടികളെ നോക്കുകയാണ്, ഞങ്ങൾക്ക് അതിനുള്ള സംവിധാനങ്ങളൊന്നുമില്ല എന്ന് പറയുമ്പോൾ പല വിദേശ രാജ്യത്തുള്ള ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ ഫണ്ട് ഇവർക്ക് കൊടുക്കുന്നതായിട്ട് നമ്മുടെ അറിവിലുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇവർക്ക് ഒരുപാട് പൈസ കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ പൈസക്കകത്തുനിന്ന് വളരെ തുച്ഛമായ പൈസയായിരിക്കും അവിടുത്തെ അന്തേവാസികൾക്ക് വേണ്ടി ഇവർ മുടക്കിയിട്ട് ബാക്കി മൊത്തം ഈ ബിസിനസ് നടത്തുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നു, അവർ വലിയ വീട് മേടിക്കുന്നു, കാറ് മേടിക്കുന്നു, സ്ഥലങ്ങൾ മേടിക്കുന്നു, വലിയ രീതിയിൽ ജീവിക്കുന്നു, അവിടെ ടൂറ് പോകുന്നു, അങ്ങനെ കണക്കില്ലാത്ത പൈസ അവരുടെ കയ്യിലേക്ക് വരികയാണ്.
അപ്പോൾ ഇങ്ങനെ പൈസ വരുമ്പോൾ അതിനെനിക്ക് തോന്നുന്നത് ചാരിറ്റി ആണല്ലോ. അപ്പോൾ ആ ചാരിറ്റിയുടെ ബേസിസിൽ അവർക്ക് അധികം ടാക്സ് കൊടുക്കേണ്ടതായിട്ടൊന്നും, അതൊക്കെ എന്തൊക്കെയോ അതിനകത്ത് വേറെ ഓഡിറ്റ് ചെയ്യുമ്പോൾ ഉള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ അതിനൊക്കെ എനിക്ക് ഡിഡക്ഷൻ കിട്ടുന്നുണ്ടായിരിക്കാം. അപ്പം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണമുണ്ട്. ഓഡിറ്ററെ വെച്ച് തീർച്ചയായിട്ടും നല്ലൊരു ഓഡിറ്റ് സംവിധാനം ഓരോ അനാഥാലയത്തിലും നമ്മളെ മാസം പ്രതിയോ അല്ലെങ്കിൽ ആഴ്ച പ്രതിയോ ഗവൺമെന്റ് അത് നടത്തണം. അതുപോലെ തന്നെ